ഹായ് ഫ്രണ്ട്സ്, മീ ഫോർ യു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോട്ടോഷോപ്പ് ഡിസൈനിങ് നിങ്ങൾക്കറിയില്ലേ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ മനോഹരമായ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ട്രെൻഡിങ് ആവണോ? ഫ്രീ ആയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു AI വെബ്സൈറ്റാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് ഈസിയായി റിമൂവ് ചെയ്ത്, കൂടാതെ ഇമേജിലുള്ള അനാവശ്യ ഒബ്ജക്റ്റുകൾ, ഫേസ് കട്ടൗട്ട് എല്ലാം അനായാസം ചെയ്യാം. ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ ഫോട്ടോ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ആദ്യമായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ കട്ടൗട്ട് പ്രോ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന ഫ്രീ ബാച്ച് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു. ഇവിടെ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഫോട്ടോ ഞാൻ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാം ആ റിസൾട്ട് അവിടെ വന്നു കഴിഞ്ഞു. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ റിമൂവ് ആയി. കൃത്യമായിട്ടാണ് റിമൂവ് ആയിരിക്കുന്നത്. ഇത് ഫോണിൽ ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ വൈഡായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് സിസ്റ്റത്തിൽ ചെയ്ത് കാണിക്കുന്നത്. ഫോണിൽ ഇതിലും മനോഹരമായിട്ട് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് ആപ്റ്റായ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് സിസ്റ്റത്തിൽ കാണിക്കാൻ ശ്രമിച്ചത്. അതുപോലെ ഇപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടോ, അത് നിങ്ങളുടേതായിട്ടൊരു ഫോട്ടോ, നിങ്ങൾക്ക് അവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ ഒരു കളർ തീം അവിടെ ഇടണം. അവിടെ നമുക്ക് ഇവിടെ ഈ ഓപ്ഷനിൽ കളറുണ്ട്. ഇങ്ങോട്ട് ഈ ആരോ മാർക്കിൽ പ്രസ് ചെയ്താൽ ഒരുപാട് അതിൻ്റെ ലൈറ്റ് കളറുകളും ഡാർക്ക് കളറുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരു കളർ ഇവിടെ ഇട്ട് നോക്കാം. കേട്ടോ, എത്ര മനോഹരമായിട്ട് തന്നെ അതിൻ്റെ ആ കളർ ചേഞ്ചിങ് അവിടെ നടക്കുന്നു. ഇവിടെ ഇങ്ങനെ ഈ പാറ്റേണിൽ നീക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള ഈ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ ഓരോ ഡാർക്ക് കളറുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ, ഇവിടുന്ന് ഒരു കളർ ഡാർക്ക് കളർ സെലക്ട് ചെയ്തു. കണ്ടോ, മനോഹരമായിട്ട് തന്നെ ആ ഫോട്ടോ മാറിയിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള കളർ ഇതുപോലെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വെബ്സൈറ്റിലുണ്ട്. അത് നിങ്ങൾ എല്ലാം കണ്ട് മനസ്സിലാക്കുക. ആ ഫീച്ചേഴ്സ് എന്താണെന്ന് വിശദീകരിക്കാം. ഇതുപോലെ തന്നെ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ലൈറ്റ് കളറും ഡാർക്ക് കളറും എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പാലറ്റിൽ ഞെക്കിയാൽ ഡാർക്ക് കളർ നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് തുടർന്ന് ഈ എഡിറ്റർ, ഇവിടെ കാണുന്ന ഈ വലതുവശത്ത് കാണുന്ന എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഒരു വിൻഡോ ഇങ്ങനെയാണ്. നമുക്കിവിടെ മുകളിൽ നോക്കിയാൽ നമ്മുടെ ഒറിജിനൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അത് ബ്ലറായ പടങ്ങളും നമുക്കിവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ പഴയ ബാക്ക്ഗ്രൗണ്ട് തന്നെ ബ്ലറാക്കി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലർ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഴയ ബാക്ക്ഗ്രൗണ്ട് തന്നെ, ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ കുറച്ച് ബ്ലറായി. അതിലും ബ്ലറാക്കി നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ, കുറച്ചുകൂടെ അത് ബ്ലറായി. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട എങ്കിൽ നമുക്ക് ഈ കളർ തീമിൽ ഈ കളർ മുമ്പേ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തെടുക്കുക. ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതങ്ങനെ സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് ഈ താഴെ കാണുന്ന ഈ സൈറ്റിൽ താഴെ കുറേ പടങ്ങളും ഇതെല്ലാം കാണുന്നുണ്ട്, കുറേ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം കാണുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഏതാണോ നമ്മുടെ പടത്തിന് അനുയോജ്യമായത് അത് കൃത്യമായിട്ട് തന്നെ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് ഞാനിത് ഇപ്പോൾ ഇവിടെ ഈ റോഡ് ഇത് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ആ പടത്തിനൊരു മനോഹാരിത വന്നു. ആ പടത്തിനോട് ചേർന്ന രീതിയിലുള്ള ഒരു കളർ എഫക്റ്റാണ് ബാക്ക്ഗ്രൗണ്ടിലും വന്നിരിക്കുന്നത്. ആ ഷർട്ടിനോട് ചേർന്ന ഒരു എഫക്റ്റൊക്കെ വന്നപ്പം ആ പടത്തിനൊരു ഒറിജിനാലിറ്റി വന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇടുകയാണ്. ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫോട്ടോകളെ നിങ്ങൾക്ക് കൂടുതൽ മനോഹരമാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇമേജ് ഇട്ട് നോക്കാം. ഈ ഒരു ഇമേജ്, ആ ഇമേജും വളരെ മനോഹരമാണ്. ഇതൊക്കെ കൂടാതെ തന്നെ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ആ ഫോണിലുള്ള ആ മനോഹരമായ നിങ്ങൾ കണ്ട ആ വ്യൂ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവിടെ ഉപയോഗിക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇടതുവശത്ത് ഈ സൈഡിലായിട്ട് അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ആ ഗാലറിയിലേക്ക് വരും. ആ ഗാലറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ്, ഒരു ഇൻഡോറാണ്, ഒരു വീടിൻ്റെ ഇൻഡോർ ഭാഗമാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കരുതി വെച്ചിരുന്ന ആ മനോഹരമായ ഇൻഡോർ ഞാൻ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്.
വളരെ മനോഹരമായിട്ട് തന്നെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിലിട്ട് വളരെ മനോഹരമാക്കി തന്നെ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അതുമല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്തോ നിങ്ങളുടെ ലിവിംഗ് റൂമിൽ മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്കത് സ്ഥാപിക്കാം. ഇവിടെ ഡൺ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഇവിടെ 2 ഓപ്ഷനുണ്ട്. ഫ്രീ ഡൗൺലോഡ് HD. നമുക്കത് PNG ഇമേജായിട്ടും JPG ഇമേജായിട്ടും കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ JPG ഇമേജായിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ്. JPG അതിൻ്റെ ക്വാളിറ്റി ഫുൾ ഇടുകയാണ്. 100% ക്വാളിറ്റി ഇട്ടു. എന്നിട്ട് ശേഷം ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്യുകയാണ്. ആ സേവ് ചെയ്ത ഇമേജ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആ ഇമേജാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും മനോഹരമാക്കാം. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ മനോഹരമാക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.